ഷാർജ മരുഭൂമിയിലെ ഒത്ത കാടിന് നടുവിൽ 4000 വീടുകൾ. നമ്മൾ നാട്ടിൽ വീടുകൾ വയ്ക്കാൻ മരങ്ങൾ വെട്ടിമാറ്റുന്ന, വയലുകൾ നികത്തുന്ന കാലത്ത് നാട്ടിൽ നിന്നും, അതായത് നിലമ്പൂർ, വയനാടടക്കമുള്ള മേഖലകളിൽ നിന്നും മരങ്ങൾ പിഴുതെടുത്തു കൊണ്ടുവന്നാണ് ഇവിടെ പച്ചപ്പ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ നാട്ടിലുള്ള അതേ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഷാർജയിൽ ഈ വീടുകളെല്ലാം തീർത്തിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ വീടുകൾ വിൽക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതും ഒരു മലയാളിയാണ്, നമ്മുടെ കണ്ണൂരുകാരി ഷഹനാസ്. ഷാർജയിൽ സ്വന്തമായി ഒരു വീട്, അതും സ്വന്തം പേരിലുള്ള മണ്ണിൽ. 100 വർഷത്തേക്കൊന്നുമല്ല, പാരമ്പര്യമായി കൈമാറിപ്പോകാനാവും വിധം നാട്ടിലേതിനു സമാനമായി തന്നെ. വരും തലമുറ തറവാട് എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങ് ഷാർജയിലാണെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. അടുത്ത കാലത്താണ് ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾക്ക് ഫ്രീ ഹോൾഡായി വീട് വാങ്ങാനാവുന്ന നിയമം പ്രാബല്യത്തിലായത്. അത് കാശുകാർക്ക് പറഞ്ഞ പണിയല്ലേ എന്ന് കരുതി തള്ളിക്കളയണ്ട. കാരണം കഴിഞ്ഞ കോവിഡ് കാലത്ത് പുറത്തു വന്ന കണക്കു പ്രകാരം 40 ലക്ഷത്തിലേറെ പ്രവാസികളുടെ വീടാണ് നാട്ടിൽ ആൾതാമസമില്ലാതെ അടഞ്ഞു കിടക്കുന്നത്. അവരാകട്ടെ ലക്ഷങ്ങൾ മാസവാടക നൽകി ഗൾഫ് നാടുകളിൽ താമസിക്കുന്നു. അത്തരക്കാർക്ക് ഫ്രീ ഹോൾഡ് നിയമം ഏറെ ആശ്വാസമാകും. 2.5 കോടി രൂപ മുതൽ തുടങ്ങുന്നതാണ് വില്ലകളുടെ വില. അതായത് നാട്ടിൽ വീട് വയ്ക്കുന്ന കാശിന് ഷാർജയിൽ ഒരു ആഡംബര വീട് സ്വന്തമാക്കാം. ഈ കമ്മ്യൂണിറ്റി മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്, അതായത് ഓഡിയൻസ് ഇന്ത്യക്കാരാണ്. അതിൽ പ്രധാനപ്പെട്ട മലയാളീസായ നമ്മൾ. അതുകൊണ്ടാണ് ഇവർ ഇത്രക്കും പച്ചപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ മലയാളിയും നാട്ടിൽ കൊല്ലത്തിൽ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ, അതും കുറച്ച് ദിവസമേ താമസിക്കുന്നുള്ളൂ. അപ്പം നമ്മളെ ലൈഫിൻ്റെ 3/4 ഭാഗവും നമ്മൾ താമസിക്കുന്നത് ഈ നാട്ടിലാണ്. നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടാൽ 19,000 മില്യൺ സ്ക്വയർ ഫീറ്റ് ആണ് ഈ കമ്മ്യൂണിറ്റീൻ്റെ പ്രോജക്റ്റ്. അതിൽ 4000 വീട്, 50,000 ട്രീസ്, ഇത്രയും ഗ്രീനറി. പിന്നെ നമുക്ക് ഇവിടെ 9 പാർക്കുണ്ട്. 9 പാർക്കിൽ ഓരോ പാർക്കിലും 400 ആളെ അക്കോമഡേറ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്. പിന്നെ സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, ജോഗിങ് സൈക്ലിംഗ് 13 കിലോമീറ്റർ എക്സ്റ്റേണലും പിന്നെ 6.5 കിലോമീറ്റർ ഇൻറ്റേർണലും. ഹോസ്പിറ്റലുണ്ട്, ക്ലിനിക്ക് ഉണ്ട്, മോൾസ് ഉണ്ട്, പിന്നെ സ്കൂളുണ്ട്, ടെന്നീസ് കോർട്ടുണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, സ്പോർട്സ് ആക്ടിവിറ്റി ആയിക്കോട്ടെ, എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഇതൊരു സഫിഷ്യൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം നമുക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഫ്രീ ഹോൾഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യക്കാരെ ലക്ഷ്യമിട്ടുള്ള പ്രൊജക്റ്റുകളും ഷാർജയിൽ വന്നു കഴിഞ്ഞു. നാട്ടിലെ അന്തരീക്ഷം സൃഷ്ടിക്കലാണ് ഇക്കൂട്ടർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ത്യൻ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് കാടും തോടും കിളിനാദവുമൊക്കെ മസ്റ്റാണ്. ഏറെക്കുറെ എന്നല്ല, നാട്ടിലേതിനേക്കാൾ മികച്ച ചുറ്റുപാടിലാണ് ആറാഡ കമ്പനി ഷാർജയിൽ തിലാൽ സിറ്റിയിൽ മസാർ പ്രൊജക്റ്റ് പണിതിരിക്കുന്നത്. മികച്ച രൂപകൽപ്പനയും ലോകോത്തര സൗകര്യങ്ങളുമുള്ള വിശാലമായ വീടുകൾ. ദുബായ് അടക്കം UAE മറ്റ് എമിറേറ്റുകളുമായി മികച്ച കണക്ടിവിറ്റി, ഗതാഗത സൗകര്യം, കൂടുതൽ സ്ഥല സൗകര്യമെല്ലാം അടങ്ങുന്ന മേഖലയിലാണ് പദ്ധതി ഉയരുന്നത്. 13 കിലോമീറ്റർ പരന്നു കിടക്കുന്ന പ്രൊജക്റ്റിൽ 4000 വീടുകളാണുള്ളത്. ഷാർജയിൽ വസ്തു വാങ്ങുമ്പോൾ UAE താമസ വിസ വേണ്ടിവരുമോ എന്ന ആശങ്കയൊന്നും വേണ്ട. ഏതു രാജ്യക്കാർക്കും താമസ വിസയില്ലാതെ വീടുകൾ സ്വന്തമാക്കാം. നിക്ഷേപ സൗഹൃദ നയങ്ങൾ പിന്തുടരാനുള്ള ഷാർജ സർക്കാരിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ മറ്റൊരു ഉദാഹരണം. ദുബായ്ക്കും ഷാർജയ്ക്കും ഇടയിലായിട്ട് 2.5 കോടി മുതൽക്കാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം,
ഹാൻഡ് ഓവർ വരെ നമുക്ക് 25% സെയിൽ വാല്യൂവിൻ്റെ നമ്മൾ കാണുന്നുള്ളൂ. ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ട് നമുക്ക് 70% ബാങ്ക് ലോണും യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ക്യാച്ച്. പിന്നെ മൂന്നാമത്തത്, നമ്മൾ ഒരു അസറ്റ്, അതായത് റെൻറ്റൽ ഇൻകമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് മേടിക്കുന്നതെങ്കിൽ നമ്മളെ നാട്ടിൽ മാസത്തിൽ റെൻറ്റ് കിട്ടുന്നതാണ് അധികം. ദുബായിലും ഷാർജയിലും ഒറ്റ ചെക്കിന് അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടും. അപ്പം നമ്മൾ റെൻറ്റിന് വേണ്ടിയിട്ട് ടെനൻസിൻ്റെ ബാക്കിലേ നടക്കേണ്ട ആവശ്യമില്ല. ഗൾഫിലേക്ക് പറക്കുന്ന കുടുംബിനികളിലേറെയും വീടുകളിൽ തന്നെ കഴിയുമ്പോൾ UAE-യിൽ വീടുകൾ വിറ്റ് ബിസിനസ് ലോകം കെട്ടിപ്പടുത്തവളാണ് ഈ കണ്ണൂരുകാരി. വിവാഹം കഴിഞ്ഞ് 2 പതിറ്റാണ്ട് മുൻപ് മണവാളനൊപ്പം ദുബായിലെത്തിയ സാധാരണ നാട്ടിൻപുറത്തുകാരി ഇന്ന് മുകേഷ് അംബാനിയും ഷാറൂഖ് ഖാനും മെസ്സിയുമെല്ലാം മണിമാളികകൾ സ്വന്തമാക്കിയ ദുബായ് പാം മേഖലയിലടക്കം ചൂടപ്പം പോലെ വീടുകൾ വിൽക്കുന്ന ഏക ഇന്ത്യൻ വനിത കൂടിയാണ്. തിലാൽ സിറ്റിയിലെ മാസാർ പ്രൊജക്റ്റിലും വീടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികളെ സഹായിക്കാൻ ഷെഹനാസിൻ്റെ നേതൃത്വത്തിലുള്ള മൺറേസ റിയൽ എസ്റ്റേറ്റിൽ വലിയൊരു ടീമു തന്നെയുണ്ട്.